മക്കളെങ്ങനെ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വർഗവും വർഗമൂലവും അഥവാ സ്ക്വയർ ആൻഡ് സ്ക്വയർ റൂട്ടിലെ കഴിഞ്ഞ വർഷങ്ങളിലെ ചോദ്യപേപ്പറുകളിലെ ചോദ്യങ്ങളാണ്. 2021 മുതൽ 2025 വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ടോപ്പിക്കിന് കീഴിൽ ഡിസ്കസ് ചെയ്യുന്നത്. കാരണം നമ്മൾ 2021 കംപ്ലീറ്റ് ചെയ്തു, 2022 ചോദ്യങ്ങളും കംപ്ലീറ്റ് ചെയ്തു. ഇന്ന് 2023 ചോദ്യങ്ങളുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ ചോദ്യം ഇങ്ങനെ: 9604 റൂട്ട് കാണണം. ഇത് കാണാൻ ഏറ്റവും എളുപ്പമുള്ള വഴി എന്താണെന്നറിയോ മക്കളെ? നമ്മളിവിടെ 9604 റൂട്ടാണ് കാണുന്നത്. ഇത് സാധാരണ ചെയ്യുന്നത് 9604 എന്ന് പറയുന്ന സംഖ്യനെ 9604 എന്ന് പറയുന്ന സംഖ്യനെ നമ്മളിങ്ങനെ ഘടകക്രയ ചെയ്യും, ഫാക്ടറൈസേഷൻ ചെയ്യും. എന്നിട്ട് ഇങ്ങനെ ചെയ്ത് നമ്മൾ ആ റൂട്ടിനകത്ത് ഇവിടെ സൈഡിൽ വരുന്ന സംഖ്യകളൊക്കെ നമ്മൾ ആ റൂട്ടിനകത്ത് എഴുതും. ആ റൂട്ടിനകത്ത് 2 എണ്ണം വരുന്നതിൽ നിന്ന് ഒരെണ്ണത്തിന് നമ്മൾ താഴേക്ക് റൂട്ടിന് പുറത്തേക്ക് ഇറക്കും. എന്നിട്ട് അവരെല്ലാം കൂടി ഗുണിക്കും. അങ്ങനെയാണ് സാധാരണ ഉത്തരം കണ്ടുപിടിക്കുന്നത്. അപ്പൊ നമ്മൾ ആ വഴിയിലേക്ക് പോകുന്നില്ല. ഇത് ഒരുപാട് സമയം എടുക്കുന്ന ഒരു വഴിയാണ്. അപ്പൊ ഇതിനൊരു ഷോർട്ട് വഴി ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾക്ക് അറിയാവുന്ന ഒരു വഴിയാണ് എന്ന് ഞാൻ കരുതുന്നു. 1ന്റെ സ്ക്വയർ എത്രയാ? 1ന്റെ സ്ക്വയർ 1 ആണെന്ന് നിങ്ങൾക്കറിയാം. 2ന്റെ സ്ക്വയർ അത് 4, 3ന്റെ സ്ക്വയർ അത് 9, 4ന്റെ സ്ക്വയർ അത് 16, 5ന്റെ സ്ക്വയറോ 25, 6ന്റെ സ്ക്വയർ 36, 7ന്റെ സ്ക്വയർ 49, 8ന്റെ സ്ക്വയർ 64, 9ന്റെ സ്ക്വയർ 81. ഇത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഞാൻ ഇങ്ങനെ എഴുതാനുള്ളൊരു കാരണം, എടാ 1ന്റെ സ്ക്വയറും 9ന്റെ സ്ക്വയറും അവസാനിക്കുന്ന അക്കം ഏതാണ്? 1ലാണ് അവസാനിക്കുന്നത്, അല്ലെ? 2ന്റെ സ്ക്വയറും 8ന്റെ സ്ക്വയറും അവസാനിക്കുന്നത് ഏതക്കത്തിലാണ്? അത് 4ലാണ്. 3ന്റെ സ്ക്വയറും 7ന്റെ സ്ക്വയറും അവസാനിക്കുന്നതോ? അത് 9ലാണ്. 4ന്റെ സ്ക്വയറും 6ന്റെ സ്ക്വയറും അവസാനിക്കുന്നത് 6ലാണ്. 5ന്റെ സ്ക്വയർ ആണെങ്കിൽ അതിന്റെ അവസാനം 25 ആയിരിക്കും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. 5ൽ അവസാനിക്കുന്ന സംഖ്യകളാണെങ്കിൽ ആ സംഖ്യകളുടെ അവസാനം, അതിന്റെ സ്ക്വയർ കണ്ടാൽ അവസാനം 25 ആയിരിക്കും. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടിയോ? 1ന്റെയും 9ന്റെയും സ്ക്വയറുകളുടെ അവസാനത്തെ സംഖ്യ എന്ന് പറയുന്നത് 1. 2ന്റെയും 8ന്റെയും അവസാനത്തെ സ്ക്വയറുകളുടെ അവസാനത്തെ സംഖ്യ എന്ന് പറയുന്നത് 4. 3ന്റെ 7ന്റെയും സ്ക്വയറുകളുടെ അവസാനം വരുന്നത് 9. 4ന്റെയും 6ന്റെയും അവസാനം വരുന്നത് 6. എടാ, 1നോട് ഏത് സംഖ്യ കൂട്ടിയാലാണ് 10 കിട്ടുക? 1ന്റെ കൂടെ 9 കൂട്ടുമ്പോഴാണ് 10, അല്ലെ? അതുപോലെ 2ന്റെ കൂടെ ഏത് സംഖ്യ കൂട്ടുമ്പോഴാണ് 10 എന്ന് ചോദിച്ചാൽ 2ന്റെ കൂടെ 8 കൂട്ടണം. 3ന്റെ കൂടെ 7 കൂട്ടിയാലാണ് 10 കിട്ടുക. 4ന്റെ കൂടെ 6 കൂട്ടണം 10 കിട്ടണമെങ്കിൽ. അപ്പൊ ഈ 4 എന്ന് പറയുന്ന സംഖ്യയുടെ സ്ക്വയർ 6ൽ അവസാനിക്കും. അപ്പൊ വേറെ ഏത് സംഖ്യയുടെ സ്ക്വയർ ആണ് 6ൽ അവസാനിക്കാൻ ചോദിച്ചാൽ നമ്മൾ ആലോചിക്കും 4ന്റെ കൂടെ ഏത് സംഖ്യ കൂട്ടിയാലാണ് 10 കിട്ടുക എന്നുള്ളത്. നമ്മൾ ഇവരെ 10's കോംപ്ലിമെന്റ് എന്നാണ് പറയാ. അപ്പൊ ഇങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓർത്തിരിക്കാം. അപ്പൊ നമുക്കിനി ഇവരുടെ റൂട്ട് കാണാം. റൂട്ട് കാണാൻ ഞാൻ ചെയ്യുന്ന പരിപാടി, എടാ അവസാനത്തെ 2 ഡിജിറ്റുകൾ നീക്കിയിട്ട് ഞാൻ ഇവരെ മുറിക്കുന്നു. അപ്പൊ എനിക്ക് 2 പീസ് കിട്ടി. അവസാനത്തെ പീസ് 04, ആദ്യത്തെ പീസ് 96. അവസാനത്തെ പീസ് 04, ആദ്യത്തെ പീസ് 96. നമുക്കിതിൽ അവസാനത്തെ ഡിജിറ്റ് മാത്രം മതി. അവസാനത്തെ ഡിജിറ്റ് എത്രയാ? അത് 4 ആണ്. അപ്പൊ 4ൽ അവസാനിക്കുന്ന ഏതോ ഒരു സംഖ്യയുടെ സ്ക്വയർ ആണ് 9604. അപ്പൊ സ്ക്വയറിന്റെ അവസാനം 4 വരണമെങ്കിൽ അവിടെ 4 വരണമെങ്കിൽ ആ സംഖ്യയുടെ അവസാനത്തെ ആളുകൾ ആരൊക്കെ ആയിരിക്കും? അവസാനത്തെ ആളുകൾ ഒന്നുകിൽ 2 അല്ലെങ്കിൽ 8. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം. ആ സംഖ്യയുടെ അവസാനം ഒന്നുകിൽ 2 ആണ് അല്ലെങ്കിൽ 8 ആണ്. ഇനി ഇവിടെ ഫസ്റ്റ് ഡിജിറ്റ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യുന്നറിയോ? ഫസ്റ്റ് ഭാഗം നമ്മൾ എടുക്കും, ആദ്യത്തെ കഷ്ണം നമ്മൾ എടുക്കും, 96. ആ 96ന് മുൻപ് വരുന്ന പെർഫെക്റ്റ് സ്ക്വയർ ഏതാ? 96ന് മുൻപ് വരുന്ന പൂർണ്ണവർഗം എന്ന് ചോദിച്ചാൽ അത് 81 അല്ലേ? അതിന്റെ റൂട്ട് എടുക്കുക. 96ന് തൊട്ട് മുമ്പ് വരുന്ന പെർഫെക്റ്റ് സ്ക്വയർ 81 ആണ്. 81ന്റെ റൂട്ട് എത്രയാ? 9. ഓക്കെ. അപ്പോൾ ഈ സംഖ്യ നമുക്ക് പറയാം, അതൊന്നുകിൽ 92 ആണ് അല്ലെങ്കിൽ 98 ആണ്.
നിങ്ങൾക്ക് വേണമെങ്കിൽ ഓപ്ഷനിൽ നോക്കാം. ഓപ്ഷനിൽ 92ഉം 98ഉം ഉണ്ടെങ്കിൽ പിന്നെ ചെയ്താൽ മതി. ഓപ്ഷൻ നോക്കുമ്പോൾ 92 ഇല്ല, 98 മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മുടെ ഉത്തരം 98 ആണെന്ന് നമ്മൾ ഉറപ്പിച്ചു. ഓക്കെ, ഇനി ഓപ്ഷൻ ഒന്നും ഇല്ലാതെ നമ്മൾ ചെയ്യുകയാണെന്ന് വിചാരിക്കാം. ഇതെങ്ങനെ കണ്ടുപിടിക്കും ചോദിച്ചാൽ ഇതിൽ 92 ആണോ 98 ആണോ എന്ന് നമുക്ക് ഉറപ്പിക്കണം. അതിന് നമ്മൾ ചെയ്യുന്ന പരിപാടി, ഇവിടെ ആദ്യത്തെ കഷ്ണമായ 96, അതിന്റെ തൊട്ട് മുമ്പുള്ള പൂർണ്ണവർഗം നമ്മൾ എടുത്തു 81, അതിന്റെ റൂട്ട് എടുത്തപ്പോൾ നമുക്ക് കിട്ടിയത് 9. ഇനി 9 കഴിഞ്ഞ് വരുന്ന സംഖ്യ ഏതാ നോക്കും. 9 കഴിഞ്ഞ് വരുന്ന സംഖ്യ 10. 9 ഗുണം 10 അല്ലെ, എണ്ണൽ സംഖ്യകളിൽ 1, 2, 3 അങ്ങനെ എണ്ണിപ്പോകുമ്പോൾ 9 കഴിഞ്ഞ് വരുന്ന അടുത്ത ആളാരാ? അത് 10 ആണ്. അപ്പൊ ഈ 9ഉം 10ഉം ഗുണിച്ചാൽ എത്രയാണ് കിട്ടുക? 9ഉം 10ഉം ഗുണിച്ചാൽ കിട്ടുന്നത് 90. ഇങ്ങനെ ഗുണിച്ച് കിട്ടുന്ന ഉത്തരവും റൂട്ടിനകത്ത് കിടക്കുന്ന ആദ്യത്തെ കഷ്ണവും തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യും. ഈ 90ഉം ഈ 96ഉം നമ്മൾ കമ്പയർ ചെയ്യും. ഓക്കെ, ഇങ്ങനെ ഗുണിച്ച് കിട്ടുന്ന ഉത്തരത്തിനേക്കാൾ ചെറുതാണോ റൂട്ടിനകത്ത് കിടക്കുന്ന ആദ്യത്തെ കഷ്ണം, അല്ലെങ്കിൽ ഗുണിച്ച് കിട്ടുന്ന ഉത്തരത്തിനേക്കാൾ വലുതാണോ റൂട്ടിനകത്ത് കിടക്കുന്ന കഷ്ണം, ആദ്യത്തെ കഷ്ണം? അപ്പൊ ഗുണിച്ച് കിട്ടുന്ന ഉത്തരം, ഇവിടെ ഗുണിച്ച് കിട്ടിയ ഉത്തരം 90 ആണ്. 90നേക്കാൾ ചെറുതാണ് 96 എങ്കിൽ നമ്മൾ ഇതില് ചെറിയ ആളെ എടുക്കും. ഈ ഗുണിച്ച് കിട്ടിയ ഉത്തരം 90, അതിനേക്കാൾ വലുതാണ് റൂട്ടിനകത്ത് കിടക്കുന്ന ആദ്യത്തെ പീസെങ്കിൽ നമ്മൾ ഇതിൽ വലുതെടുക്കും. നമ്മൾ നോക്കുമ്പോൾ 90നേക്കാൾ വലുതാണ് ആര്? 96. 90നേക്കാൾ ഗുണിച്ച് കിട്ടിയ ഉത്തരമായ 90നേക്കാൾ വലുതാണ് 96. നമുക്ക് പറയാം ഇതിൽ വലിയ ആളാണ് ഉത്തരം, 98 ആണ് ഉത്തരം. ഇങ്ങനെയാണ് ഒരു സംഖ്യയുടെ വർഗമൂലം, സ്ക്വയർ റൂട്ട് എളുപ്പത്തിൽ കണ്ടുപിടിക്കുക. ഇത് കേൾക്കുമ്പോൾ വലിയ കാര്യമായിട്ട് ചിലപ്പോൾ തോന്നും ആദ്യമായിട്ട് കേൾക്കുന്നവർക്ക്. എടാ, ഇത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനേക്കാൾ എളുപ്പമുള്ള വഴി മറ്റൊന്നില്ല. രണ്ടാമത്തെ ചോദ്യം ഇങ്ങനെയാണെടാ, റൂട്ട് ഓഫ് 248 പ്ലസ് റൂട്ട് ഓഫ് 51 പ്ലസ് റൂട്ട് ഓഫ് 169. അപ്പൊ ഈ ചോദ്യങ്ങൾ എങ്ങനെ ചെയ്യണടാ? വലത് നിന്ന് ഇടത്തോട്ട്, ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ്, വലത് നിന്ന് ഇടത്തോട്ടാണ് നമ്മളിത് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് വലതു ഭാഗത്ത് നിന്ന് ചെയ്തു തുടങ്ങാം. വലതു ഭാഗത്ത് ആരാ നിൽക്കുന്നത്? 169ന്റെ റൂട്ടാണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. 169ന്റെ റൂട്ട് നിങ്ങൾക്ക് അറിയാലോ, എത്രയാണ്? ബാക്കിയുള്ളവരൊക്കെ ഞാൻ അതുപോലെ എഴുതുന്നു. 51 പ്ലസ് 169ന്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ അത് 13 ആണ്. 13ന്റെ സ്ക്വയർ പഠിച്ചിട്ടുണ്ടാവണം, 169 ആണ്. ഓക്കെ, അപ്പൊ 169ന്റെ വർഗ്ഗമൂലം എന്ന് പറയുന്നത് 13 ആണ്. അപ്പൊ നമ്മൾ ഇവരെ കൂട്ടിയാൽ നമുക്ക് കിട്ടുന്നത് എന്താ? 248 പ്ലസ് റൂട്ടിനകത്ത് 51ഉം 13ഉം കൂട്ടിയപ്പോൾ നമുക്ക് കിട്ടി 64. ഈ 64ന്റെ റൂട്ട് എത്രയാ? അപ്പൊ 248 പ്ലസ് 64ന്റെ റൂട്ട് എന്ന് പറയുന്നത് 8 ആണ് അല്ലെ? 8 8 64, 8ന്റെ വർഗ്ഗമാണ് 64. അപ്പൊ റൂട്ട് ഓഫ് 248ഉം 8ഉം കൂട്ടിയാൽ 256 എന്ന് കിട്ടും. 256ന്റെ സ്ക്വയർ റൂട്ട് എത്രയാടാ? അത് 16 അല്ലേ? 16ന്റെ സ്ക്വയർ ആണ് 256. അപ്പൊ 256ന്റെ സ്ക്വയർ റൂട്ടാണ്, തിരിച്ച് സ്ക്വയർ റൂട്ടാണ് 16. അപ്പൊ നമ്മുടെ ഉത്തരം 16 ആണ്. ഓപ്ഷൻ സി ആണ്. മക്കളെ, ഇതിൽ നാലാമത്തെ ചോദ്യം, ഒരു പോസിറ്റീവ് സംഖ്യയുടെ 4 മടങ്ങ് ആ സംഖ്യയുടെ വർഗത്തിൽ നിന്ന് 96 കുറച്ചതിനോട് തുല്യമാണെങ്കിൽ സംഖ്യ ഏതാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഒരു പോസിറ്റീവ് സംഖ്യയുടെ 4 മടങ്ങ്, നമുക്ക് ആ സംഖ്യ അറിയില്ല, അപ്പൊ നമ്മൾ ആ സംഖ്യനെ എക്സ് എന്ന് എടുക്കുന്നു. ആ സംഖ്യയുടെ 4 മടങ്ങ് എന്ന് പറഞ്ഞാൽ എന്താ? അതിനെ 4 കൊണ്ട് ഗുണിച്ചത്. അപ്പൊ 4 ഗുണം എക്സ് എന്ന് പറഞ്ഞാൽ അത് 4x. എന്നിട്ട് എന്ത് ചെയ്തു? ഒരു പോസിറ്റീവ് സംഖ്യയുടെ 4 മടങ്ങ് ആ സംഖ്യയുടെ വർഗത്തിൽ നിന്ന് 96 കുറച്ചതിനോട് തുല്യമാണ്. ഇതാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു സംഖ്യയുടെ 4 മടങ്ങ് തുല്യമാണ് എന്തിനോട്? ആ സംഖ്യയുടെ വർഗത്തിൽ നിന്ന് 96 കുറച്ചതിനോട്. അപ്പൊ നമ്മൾ ആ വാചകത്തിനെ ഗണിതത്തിന്റെ ഭാഷയിലേക്ക് നമ്മൾ മാറ്റി. പകുതി പരിപാടി കഴിഞ്ഞു. ഇനി നമ്മളിത് സോൾവ് ചെയ്ത് എക്സിന്റെ വില കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ നമുക്ക് ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ ഇങ്ങനെ എഴുതാം. എടാ, ഈ 4x ഞാൻ അങ്ങോട്ട് കൊണ്ടുവന്നു, -96 ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. അപ്പൊ 96 സമം എക്സ് സ്ക്വയർ മൈനസ് 4x എന്നായി. അപ്പൊ ഞാൻ ഈ 96 കൂടെ അങ്ങോട്ട് കൊണ്ടുപോകാനുള്ള കാരണം എനിക്കിതിനെ ഒരു ദ്വിമാന സമവാക്യം ആക്കി മാറ്റണം. അപ്പൊ ഞാനിത് 96 എന്നതിനെ 0 + 96 എന്ന് എഴുതുന്നു. പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടാകുന്നില്ലല്ലോ. 0 + 96 എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ മൈനസ് 4x ആണ്. എങ്കിൽ 0 എന്തിനോട് തുല്യമാണ്? എക്സ് സ്ക്വയർ മൈനസ് 4x
ഈ കൂട്ടണം 96 അപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ അത് കുറയ്ക്കണം 96. ഇത്രയും കിട്ടിയെങ്കിൽ നമുക്ക് ചെയ്യാൻ ഒരു എളുപ്പമുണ്ട്. എന്താന്ന് വെച്ചാൽ രണ്ട് സംഖ്യകൾ, ഏതോ രണ്ട് സംഖ്യകൾ, ആ രണ്ട് സംഖ്യകളെ തമ്മിൽ ഗുണിച്ചാൽ -96 കിട്ടണം. -96 കിട്ടണം. എടാ അതേപോലെ രണ്ട് സംഖ്യകളെ തമ്മിൽ കൂട്ടിയാൽ എനിക്ക് -4 കിട്ടണം. -4 കിട്ടണം. ആ സംഖ്യകൾ ഏതാണെന്ന് കണ്ടുപിടിച്ചാൽ മതി. അങ്ങനെ 96ന്റെ ഘടകങ്ങൾ നോക്കിയാൽ അതിൽ 12ഉം 8ഉം ഉണ്ടെന്ന്. പിന്നെ നമ്മൾ ഈ കണ്ടീഷൻ നോക്കുന്നു. എടാ രണ്ട് സംഖ്യകളെ ഗുണിച്ചപ്പോൾ കിട്ടിയ ഉത്തരം -96 ആ 96ന്റെ മുമ്പിൽ ഒരു നെഗറ്റീവ് ചിഹ്നം കിടക്കുന്നുണ്ട്. അപ്പൊ ഇതിൽ ഏതോ ഒരെണ്ണം മൈനസ് ആണ്. ഓക്കെ, നമുക്കറിയില്ല. നമ്മൾ രണ്ടാമത്തെ കണ്ടീഷൻ നോക്കുന്നു. ഇവരെ തമ്മിൽ കൂട്ടിയപ്പോ കിട്ടിയ ഉത്തരത്തിലും കിടക്കുന്ന ഒരു മൈനസ്. അപ്പൊ എന്തായിരിക്കും? കൂട്ടത്തിൽ വലുത് അല്ലെ? 12 8 നമുക്ക് കിട്ടി. അപ്പൊ ആരാണ് അതിൽ മൈനസ്? ആർക്കാണ് മൈനസ് കൊടുക്കേണ്ടത്? വലുതിനായിരിക്കണം മൈനസ് കൊടുക്കേണ്ടത്. 12നാണ് മൈനസ് കൊടുക്കേണ്ടത്. എടാ 12 രൂപ കടമുള്ള ഒരുത്തൻ പ്ലസ് 8 രൂപ പോക്കറ്റിലുള്ള മനുഷ്യൻ 8 രൂപ കടമെടുത്തിട്ട് 12 രൂപ കടം വീട്ടുമ്പോൾ അവന് ബാക്കി 4 രൂപ കടം വരും. ഇവിടെ -12 പ്ലസ് 8, ഇവിടെ -12 ഗുണിക്കണം 8 ചെയ്താലാണ് ഈ ഉത്തരത്തിലേക്ക് എത്തുക. അപ്പൊ നമുക്ക് മനസ്സിലായി എക്സിന്റെ വില എന്ന് പറയുന്നത് -12 അല്ലെങ്കിൽ എക്സിന്റെ വില എന്ന് പറയുന്നത് 8. ചോദ്യത്തിൽ വേറൊരു ക്ലൂ കൂടി തന്നിട്ടുണ്ട്. അതൊരു പോസിറ്റീവ് സംഖ്യയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഉറപ്പിക്കാം -12 എന്നത് നമ്മുടെ ഉത്തരമായിട്ട് വരാൻ സാധ്യതയില്ല. അങ്ങനെ നമുക്ക് ഉറപ്പിക്കാം നമ്മുടെ ഉത്തരം എന്താണ്? പോസിറ്റീവ് സംഖ്യയായിട്ടുള്ള 8 ആണ്. 8 ഓപ്ഷൻ ബിയിൽ കിടക്കുന്നു. ഓക്കെ അല്ലടാ? ഇത് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ 1 2 തവണയെങ്കിലും റിപ്പീറ്റ് ചെയ്ത് കാണണം. എന്നിട്ടേ 5ാമത്തെ ചോദ്യത്തിലേക്ക് പോകാവൂ. 5ാമത്തെ ചോദ്യം എങ്ങനെയാണ്? 1000ന്റെ വർഗം കണ്ടു കഴിഞ്ഞാൽ 1 കഴിഞ്ഞ് എത്ര പൂജ്യം ഉണ്ടാവും? ഞാൻ എന്താ പറഞ്ഞിരിക്കുന്നത്? പൂജ്യങ്ങളിൽ അവസാനിക്കുന്ന സംഖ്യയുടെ സ്ക്വയർ ആണ് കാണുന്നതെങ്കിൽ, ഇവിടെ പൂജ്യമല്ലാത്ത സംഖ്യയുടെ സ്ക്വയർ കണ്ടിട്ട് ആദ്യം എഴുതുക. അത് നമ്മൾ എഴുതി. 1ന്റെ സ്ക്വയർ 1. ഇനി എത്ര പൂജ്യങ്ങൾ ഉണ്ടോ അതിന്റെ ഇരട്ടി പൂജ്യങ്ങളാണ് ഉത്തരത്തിൽ വരിക. ഇവിടെ 3 പൂജ്യങ്ങളാണ് ചോദ്യത്തിൽ സ്ക്വയർ കാണേണ്ടതിൽ. അപ്പൊ ഉത്തരത്തിൽ എത്ര വരും? 1 2 3, വീണ്ടും ഒരു 1 2 3. ടോട്ടൽ എത്ര പൂജ്യങ്ങൾ? 6 പൂജ്യങ്ങളാണ് വരിക. നമ്മുടെ ഉത്തരം ഓപ്ഷൻ സി. നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. അടുത്ത ചോദ്യം എങ്ങനെയാണടാ? √x പ്ലസ് √64 ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് 9.1 എങ്കിൽ എക്സിന്റെ വില കണ്ടുപിടിക്കണം. നമുക്ക് കണ്ടുപിടിക്കല്ലേ? √x പ്ലസ് √64 സമം 9.1. √64 എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയാം. √64 എന്ന് പറയുന്നത് 8 ആണ്. 8 8 64. ഓക്കെ, അത് 9.1 തുല്യമാണ്. എങ്കിൽ √xന്റെ വില എന്താണ്? നമ്മൾ ഈ കൂട്ടണം 8നെ അപ്പുറത്തേക്ക് തട്ടുന്നു. അവിടെ 9.1 ഉണ്ട്. പ്ലസ് 8 അപ്പുറത്തേക്ക് പോകുമ്പോൾ അത് -8 ആയി. അപ്പൊ നമുക്ക് കിട്ടി √x എന്ന് പറയുന്നത് 9.1ൽ നിന്ന് 8 വലിച്ചാൽ കിട്ടുന്നതാണ്. 8 കുറച്ചാൽ കിട്ടുന്നതാണ്. 9.1ൽ നിന്ന് 8 പോയാൽ 1.1 കിട്ടും. എങ്കിൽ എക്സിന്റെ വില എത്രയാണ്? എക്സിന്റെ തലയുടെ മുകളിലിരിക്കുന്ന റൂട്ടിനെ നമ്മൾ അപ്പുറത്തേക്ക് തട്ടും. അപ്പൊ റൂട്ട് അപ്പുറത്തേക്ക് പോയാൽ എന്താകും? അത് സ്ക്വയർ ആയി മാറും. നേരെ ഓപ്പോസിറ്റ് ആകും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 1.1ന്റെ സ്ക്വയർ, ഞാൻ എന്ത് പറഞ്ഞു? എടാ പോയിന്റ് ഉള്ള സംഖ്യയുടെ സ്ക്വയർ കാണാൻ ആദ്യം പോയിന്റ് ഒഴിവാക്കിയിട്ട് സ്ക്വയർ കാണാൻ. 11ന്റെ വർഗം എന്ന് പറയുന്നത് 121. ഇനി ചോദ്യത്തിൽ സ്ക്വയർ കാണേണ്ട സംഖ്യയിൽ എത്ര ഡെസിമൽ ഡിജിറ്റ് ഉണ്ടെന്ന് നോക്കുക. ആ പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര ആളുണ്ട്? ഒരാള്. അപ്പൊ ഉത്തരത്തിൽ അതിന്റെ ഇരട്ടി ആളുകൾ ഉണ്ടായിരിക്കണം. 2 ആളുണ്ടായിരിക്കണം. നമ്മൾ പുറകിൽ നിന്ന് 2 ആളുകളെ എണ്ണും, എന്നിട്ട് പോയിന്റ് ഇടും. നമ്മുടെ ഉത്തരം എന്താ? 1.21 ആണ് എക്സിന്റെ വില. ഇത്രയുള്ളൂ പരിപാടി. നമ്മുടെ ഉത്തരം എവിടെ കിടക്കുന്നു? 1.21 ഓപ്ഷൻ ഡിയിൽ കിടക്കുന്നു. സെറ്റല്ലേ? നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം എങ്ങനെയാണ്? 5/9 എന്ന ഭിന്നസംഖ്യയുടെ വർഗം കാണാൻ, അതിന്റെ സ്ക്വയർ കാണാൻ. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് x/y എന്ന ഭിന്നസംഖ്യയുടെ വർഗം കാണാൻ ചോദിച്ചാൽ ഈ വർഗം, ഈ സ്ക്വയർ എന്ന് പറയുന്നത് മുകളിലിരിക്കുന്ന അംശത്തിനും എക്സിനും ബാധകമാണ്,
താഴെ ഇരിക്കുന്ന ഛേദമായ വൈനും ബാധകമാണ്. അപ്പൊ എക്സ് ബൈ വൈ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ ബൈ വൈ സ്ക്വയർ ആണ് എന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അതേ കൺസെപ്റ്റ് വെച്ച് നിങ്ങൾക്ക് ചെയ്യാലോ. ഇത് 5 സ്ക്വയർ ബൈ 9 സ്ക്വയർ ആണ്. 5ന്റെ വർഗം എന്ന് പറഞ്ഞാൽ 25, 9ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 81. 25 ബൈ 81 ദേ കിടക്കുന്നു. ആദ്യം തന്നെ ഓപ്ഷൻ എ ആണ് നമ്മുടെ ശരിയായ ഉത്തരം. അടുത്തേക്ക് പോവാം. 8ാമത്തെ ചോദ്യം ഇങ്ങനെയാണ്: താഴെ കൊടുത്തവയിൽ ഏതാണ് ഒരു ഭിന്നസംഖ്യയുടെ വർഗമായിട്ട് വരിക എന്നുള്ളത്. ഓരോ ഓപ്ഷനായിട്ട് ഞാൻ ചെക്ക് ചെയ്ത് പറഞ്ഞുതരാം. അപ്പൊ 4/15 എന്ന് പറയുന്ന ഓപ്ഷൻ എ എടുക്കുന്നു. എടാ, ഇതൊരു ഭിന്നസംഖ്യയുടെ വർഗമാണെങ്കിൽ എന്തായിരിക്കണം? മുകളിലിരിക്കുന്ന ആള് ഏതോ ഒരു സംഖ്യയുടെ വർഗമായിരിക്കണം. നമുക്കറിയാം 4 എന്ന് പറയുന്നത് 2ന്റെ വർഗമാണ്. 15 കൃത്യമായിട്ട് നമുക്ക് റൂട്ട് എടുക്കാൻ പറ്റുമോ? റൂട്ട് എടുക്കാൻ പറ്റില്ല അല്ലെ? അപ്പൊ ഓപ്ഷൻ എ അല്ല. ഇനി ഓപ്ഷൻ ബി നോക്കാം. ബി എന്ന് പറയുന്നത് 8/9 ആണ്. 8ന് നമുക്ക് റൂട്ട് എടുക്കാൻ പറ്റുമോ? കൃത്യമായിട്ട് റൂട്ട് എടുക്കാൻ പറ്റില്ല. 9ന് നമുക്ക് റൂട്ട് എടുക്കാൻ പറ്റുമോ? പറ്റും. ബൈ 3 എന്ന് എഴുതാം അല്ലെ? പക്ഷെ മുകളിൽ റൂട്ട് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇതൊരു ഭിന്നസംഖ്യയുടെ വർഗമല്ല. മുകളിലും കൃത്യമായിട്ട് റൂട്ട് എടുക്കാൻ പറ്റണം, താഴെയും റൂട്ട് എടുക്കാൻ പറ്റണം. അപ്പോൾ ഓപ്ഷൻ സി നമ്മൾ നോക്കുന്നു. 8/18. ഈ 8നെയും 18നെയും നമുക്ക് റൂട്ട് എടുക്കാൻ പറ്റില്ല, കൃത്യമായിട്ട് റൂട്ട് എടുക്കാൻ പറ്റില്ല. അപ്പൊ ഓപ്ഷൻ സിയും അല്ല നമ്മുടെ ഉത്തരം. ഓപ്ഷൻ ഡി കാണുന്നുണ്ടോ? ഓപ്ഷൻ ഡി 4/9 ആണ്. 4/9നെ നമുക്ക് കൃത്യമായിട്ട് റൂട്ട് എടുക്കാലോ. 4ന്റെ സ്ക്വയർ റൂട്ട് എത്രയാ? 2. 9ന്റെ സ്ക്വയർ റൂട്ട് എത്രയാ? 3. അപ്പൊ നമ്മുടെ ചോദ്യത്തിന്റെ ഉത്തരം എന്താ? ഏതോ ഒരു ഭിന്നസംഖ്യയുടെ വർഗമായിട്ട് വരുന്നത് ഏതാണെന്നാണ് ചോദ്യം. നമ്മളിവിടെ കണ്ടുപിടിച്ചു. 2/3 എന്ന് പറയുന്ന ഭിന്നസംഖ്യയുടെ വർഗമായി വരുന്ന 4/9 ആണ് ഈ കൂട്ടത്തിൽ ഒരു ഭിന്നസംഖ്യയുടെ വർഗം. നമ്മൾ നേരത്തെ ചെയ്ത അതേ ടൈപ്പാണ് ഒരു സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കല്. ഇവിടെ കണ്ടുപിടിക്കേണ്ടത് 1764ന്റെ സ്ക്വയർ റൂട്ടാണ്. നമ്മൾ ഇതിനെ കട്ട് ചെയ്യുന്നു, 2 ഡിജിറ്റ് നീക്കിയിടുന്നു, കട്ട് ചെയ്യുന്നു. അവസാനത്തെ ഡിജിറ്റിനെയാണ് നമ്മൾ പരിശോധിക്കുന്നത്. 4ൽ അവസാനിക്കണമെങ്കിൽ അത് ഏതൊക്കെ സംഖ്യകളുടെ സ്ക്വയർ ആകാം? അത് 2ന്റെയോ, ഇവിടെ 2 കിട്ടിയാൽ അപ്പുറത്ത് എന്തായിരിക്കും? 2ന്റെ കൂടെ ഏത് കൂട്ടിയാലാണ് 10 എന്ന് ആലോചിച്ചാൽ മതി. 2ന്റെ കൂടെ 8 കൂട്ടിയാലാണ് 10 അല്ലെ? 2ന്റെ സ്ക്വയർ 4, 8ന്റെ സ്ക്വയർ 64. 2ലും 4 അവസാനിക്കുന്നത്. അപ്പൊ ആ സംഖ്യയുടെ അവസാനത്തെ ഡിജിറ്റ് ഒന്നുകിൽ 2 അല്ലെങ്കിൽ 8. ഇനി ആ സംഖ്യയുടെ ആദ്യത്തെ ഡിജിറ്റ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യുന്നറിയോ? ഇതിൽ ആദ്യത്തെ കഷ്ണം നമ്മൾ എടുക്കും. റൂട്ടിനകത്ത് നമ്മൾ 2 പീസാക്കി വെച്ചിട്ടുണ്ട്. അതിൽ ആദ്യത്തെ പീസ് നമ്മൾ ഇങ്ങോട്ട് എടുത്തു. 17ന് തൊട്ട് മുൻപ് വരുന്ന പൂർണ്ണവർഗം, 17ന് തൊട്ട് മുൻപ് വരുന്ന പെർഫെക്റ്റ് സ്ക്വയർ ഏതാ? അത് 16 അല്ലേ? 16ന്റെ വർഗമൂലം അത് 4. 16ന്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ 4. അപ്പൊ നമുക്ക് മനസ്സിലായി ആ സംഖ്യ ഒന്നുകിൽ 42 അല്ലെങ്കിൽ 48. നമ്മൾ ഓപ്ഷൻ നോക്കുന്ന സമയത്ത് 42 മാത്രമേ ഉള്ളൂ. നമ്മുടെ ഉത്തരം 42 ആണെന്ന് ടിക്ക് ചെയ്യാം. ഇനി എങ്ങനെ ഉറപ്പിക്കണം ഞാൻ പറഞ്ഞത്. ഇവിടെ നമ്മൾ 17ന് തൊട്ട് മുമ്പുള്ള പൂർണ്ണവർഗത്തിന്റെ റൂട്ട് എടുത്തു. അപ്പൊ നമുക്ക് 4 എന്ന് കിട്ടി. 4 കഴിഞ്ഞ് വരുന്ന സംഖ്യ 5. അവരെ തമ്മിൽ ഗുണിക്കുക. 4ഉം 5ഉം തമ്മിൽ ഗുണിച്ചപ്പോൾ നമുക്ക് 20 എന്ന് കിട്ടി. ഇനി എന്ത് ചെയ്യണം? ഈ ഗുണിച്ച് കിട്ടിയ ഉത്തരവും റൂട്ടിനകത്ത് കിടക്കുന്ന ആളെയും നമ്മൾ കമ്പയർ ചെയ്യണം. 20നേക്കാൾ ചെറുതാണ് 17, 20നേക്കാൾ ചെറുതാണ് റൂട്ടിനകത്ത്. അതുകൊണ്ട് നമ്മുടെ ഉത്തരം കൂട്ടത്തിൽ ചെറുത് 42. 10ാമത്തെ ചോദ്യം എങ്ങനെയാണടാ? സ്ക്വയർ റൂട്ട് ഓഫ് 0.0064. ഞാൻ എന്ത് പറഞ്ഞിരിക്കുന്നു? പോയിന്റ് ഉള്ള സംഖ്യകളുടെ സ്ക്വയർ റൂട്ട് കാണാൻ തന്നിട്ടുണ്ടെങ്കിൽ അതൊരു പൂർണ്ണവർഗ സംഖ്യയാണ് റൂട്ടിനകത്തെങ്കിൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാം. ഇതിൽ പോയിന്റ് ഒഴിവാക്കിയിട്ടുള്ള സംഖ്യ നോക്കുക. ഇതിൽ പോയിന്റ് ഒഴിവാക്കിയാൽ എത്രയാ? 64. 64ന്റെ റൂട്ട് എടുക്കുക. 64ന്റെ റൂട്ട് എന്ന് പറയുന്നത് 8 ആണ്. നമ്മളിവിടെ ഓപ്ഷൻ നോക്കുമ്പോൾ 8ൽ അവസാനിക്കുന്ന ഒരേ ആളേ ഉള്ളൂ. അങ്ങനെ ഓപ്ഷൻ വെച്ച് ചെക്ക് ചെയ്യണം കേട്ടോ ഇടയ്ക്കിടയ്ക്ക്. അപ്പൊ നമ്മുടെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. എങ്കിലും ഇതെങ്ങനെ കിട്ടിയെന്ന് പറയണ്ടേ? 64ന്റെ റൂട്ട് 8 ആണ്. അപ്പൊ നമ്മൾ ഉത്തരത്തിന്റെ അവസാനം 8 എഴുതി വെച്ചു. ഇനി നമ്മൾ ഇവിടെ നോക്കുന്നു, റൂട്ടിനകത്ത് എത്ര ഡെസിമൽ ഡിജിറ്റുകൾ ഉണ്ട്, ആ പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര ആളുണ്ടെന്ന് നോക്കണം. 1, 2, 3, 4 ആളുകൾ. 4 ആളുകൾ റൂട്ടിനകത്ത്. അപ്പോൾ റൂട്ടിന് പുറത്ത് അതിന്റെ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന ഉത്തരത്തിൽ അതിന്റെ പകുതി ആളുകൾ 2 ഡെസിമൽ ഡിജിറ്റ് ഉണ്ടാകുള്ളൂ. നമ്മൾ പുറകിൽ നിന്നുന്നു 1, 2 ഡിജിറ്റ് കഴിഞ്ഞിട്ട് നമ്മളൊരു പോയിന്റ് ഇട്ടു. മുമ്പിൽ ആരുമില്ല. അപ്പൊ ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങളിലെല്ലാം 0 ചേർക്കുക. അപ്പൊ നമ്മുടെ ഉത്തരം
0.08. 11ാമത്തെ ചോദ്യം എങ്ങനെയാണ്? 750നോട് ഏത് സംഖ്യ കൂട്ടിയാലാണ് ഒരു പൂർണ്ണവർഗമാകുക എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. തന്നിരിക്കുന്ന ഓപ്ഷൻ ഞാൻ മുകളിൽ എഴുതിയിരിക്കുന്നു. അപ്പൊ 750നോടാണ് കൂട്ടേണ്ടത്. അപ്പൊ 750 പ്ലസ് ഓപ്ഷൻ എ 31 കൂട്ടിയപ്പോ എനിക്ക് 781 കിട്ടി. ഇനി ഓപ്ഷൻ ബി 750നോട് 34 കൂട്ടിയപ്പോൾ എനിക്ക് 784 കിട്ടി. ഓപ്ഷൻ സി 750നോട് 36 കൂട്ടിയപ്പോൾ എനിക്ക് 786 കിട്ടി. ഓപ്ഷൻ ഡി 750നോട് 39 കൂട്ടിയപ്പോൾ എനിക്ക് 789 കിട്ടി. ഇനി നമ്മളിത് ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാ? രണ്ട് കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം. ഒരിക്കലും ഒരു പൂർണ്ണവർഗ സംഖ്യയുടെ അവസാനത്തെ അക്കങ്ങൾ അത് 2, 3, 7, 8 ആവില്ല. മറ്റൊരു കാര്യം ഈ പൂർണ്ണവർഗ സംഖ്യ ആണെങ്കിൽ ആ പൂർണ്ണവർഗ സംഖ്യയിലെ അക്കങ്ങൾ പരസ്പരം കൂട്ടിക്കിട്ടുന്ന ഡിജിറ്റൽ റൂട്ട് എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഒന്നെങ്കിൽ 1, അല്ലെങ്കിൽ 9, അല്ലെങ്കിൽ 4, അല്ലെങ്കിൽ 7. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ വർഷം എന്ന് കണക്ട് ചെയ്യാം. 1947 ഏതെങ്കിലും ഒരു അക്കമായിരിക്കും പൂർണ്ണവർഗ സംഖ്യയിലെ അക്കങ്ങളെല്ലാം കൂട്ടിക്കിട്ടുന്ന ആ സിംഗിൾ ഡിജിറ്റ്. ഓക്കെ, ഇനി ഇത് വെച്ച് നമ്മൾ ചെക്ക് ചെയ്യുന്നു. ഏതെങ്കിലും സംഖ്യയുടെ അവസാനം 2, 3, 7, 8 ഉണ്ടോ? ഇല്ല. 1, 4, 6, 9 ആണ്. അപ്പൊ ഈ കണ്ടീഷൻ വെച്ചിട്ട് എല്ലാവരും വരാനുള്ള സാധ്യതയുണ്ട്. ഇനി നമുക്ക് ഇവരെല്ലാം കൂട്ടി നോക്കാം. 1947 ആരെങ്കിലും കിട്ടുന്നുണ്ടോ നോക്കാം. 7ഉം 8ഉം കൂട്ടിയാൽ 15, 15 കൂട്ടിയാൽ 16, 16ൽ 6ഉം 1ഉം കൂട്ടിയപ്പോൾ നമുക്ക് കിട്ടിയത് 7. 1947 വരുന്നുണ്ട്. അപ്പൊ അതൊരു സാധ്യത. ഇനി 784 കൂട്ടി നോക്കാം. 7ഉം 8ഉം 15, 15, 4ഉം 19, 19ൽ 1ഉം 9ഉം കൂട്ടിയപ്പോൾ കിട്ടിയത് 10. 1ഉം 0 കൂട്ടിയപ്പോൾ കിട്ടിയത് 1. ഓക്കെ, ഇനി 750 36ഉം കൂട്ടിയാൽ നമുക്ക് കിട്ടുന്നത് 786 ആണ്. അവരെ കൂട്ടി നോക്കാം. 7ഉം 8ഉം 15, 15ഉം 6ഉം 21. 21ൽ 2ഉം 1ഉം കൂട്ടിയപ്പോൾ കിട്ടിയത് 3. 1947 വരുന്നില്ല. കട്ട് ചെയ്യാം. 750 39ഉം കൂട്ടിയപ്പോൾ നമുക്ക് കിട്ടിയത് 789 ആണ്. 3 അക്കങ്ങൾ നമുക്ക് കൂട്ടാം. 7ഉം 8ഉം 15, 15ഉം 9ഉം 24. 24ൽ 2ഉം 4ഉം കൂട്ടിയാൽ കിട്ടുന്നത് 6. അതും 1947 വരുന്ന ഡിജിറ്റ് അല്ല. അപ്പൊ ഓപ്ഷൻ സിയും ഓപ്ഷൻ ഡിയും അല്ല. അപ്പോ ഓപ്ഷൻ എയോ ഓപ്ഷൻ ബിയോ ഇതിലേതെങ്കിലും ഒന്ന് ഒരു പൂർണ്ണവർഗ സംഖ്യ ആണ്. അപ്പൊ അതിൽ ഏതാണ് ശരി എന്ന് നമ്മൾ നോക്കാൻ പോവാണ്. അപ്പൊ ഈ 781ഉം 784ഉം കിടക്കുന്നത് ഏത് റേഞ്ചിലാണെന്നാണ് ആദ്യം നോക്കുന്നത്. അവിടെ 20ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ അത് 400 ആണ് അല്ലെ? 20ന്റെ വർഗം 400 ആണ്. 30ന്റെ വർഗോ അത് 900 ആണ്. അപ്പൊ ഈ 400നും 900ത്തിനും ഇടയിലല്ലേ ഈ പറയുന്ന 781ഉം 784ഉം അല്ലെ? അപ്പോ ഈ സംഖ്യ 781ഓ 784ഓ ഇതിലേതോ ഒന്നാണ് പൂർണ്ണവർഗം. അത് 20 മുതൽ 30 വരെയുള്ള സംഖ്യകൾക്കുള്ളിൽ വരുന്ന ഏതോ ഒരു സംഖ്യയുടെ സ്ക്വയർ ആണ്. നമുക്ക് 25ന്റെ സ്ക്വയർ വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാലോ. 25ന്റെ സ്ക്വയർ വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാലോ. എങ്ങനെ കണ്ടുപിടിക്കുക? ആദ്യത്തെ ഡിജിറ്റ് 2, 2 കഴിഞ്ഞു വരുന്ന എണ്ണൽ സംഖ്യ 3, 2, 3 ഗുണിച്ചാൽ നമുക്ക് കിട്ടുന്നത് 6. 5ൽ അവസാനിക്കുന്ന ഒരു സംഖ്യയുടെ സ്ക്വയർ കാണാൻ പറഞ്ഞാൽ ആ സ്ക്വയറിന്റെ അവസാനത്തെ 2 അക്കങ്ങൾ അത് 25 ആയിരിക്കും. 25ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 625 ആണ്. ഈ 625നേക്കാൾ വലുതല്ലേ 781ഉം 784ഉം അല്ലെ? നമുക്കൊരു കാര്യം പറയാം. ഇത് 26ന്റെയോ 27ന്റെയോ 28ന്റെയോ 29ന്റെയോ സ്ക്വയർ ആണ്. 26ന്റെ സ്ക്വയർ നോക്കാം ആദ്യം. 2ന്റെ വർഗം 4, 6ന്റെ വർഗം 36. ഞാനിവിടെ ഒരു 0 ഇട്ടു. 2 ഗുണം 6 12, 12ന്റെ ഇരട്ടി ചോദിച്ചാൽ 24. കൂട്ടിയപ്പോൾ 6, 7, 676 കിട്ടി. നിക്കട്ടെ. അപ്പൊ 26 അല്ല 27 നോക്കാം. 27ന്റെ സ്ക്വയർ 2ന്റെ വർഗം 4, 7ന്റെ വർഗം 49. ഞാനിവിടെ ഒരു 0 ഇട്ടു. 2 ഗുണം 7 14, 14ന്റെ ഇരട്ടി 28. കൂട്ടിയാൽ കിട്ടുന്നത് 9. 8 4 12, 4 2 6 1 7. 729. അപ്പൊ 26 അല്ല 27 അല്ല. അപ്പൊ നമ്മൾ 28 നോക്കുന്നു. 28ന്റെ വർഗം 2ന്റെ വർഗം 4,
8ന്റെ വർഗം 64. 2 ഗുണം 8 16. 16ന്റെ ഇരട്ടി 32. നമ്മളിത് കൂട്ടിയപ്പോൾ നമുക്ക് കിട്ടിയത് 4 6 2 8 4 3 7. നമുക്കങ്ങനെ എന്ത് കിട്ടി? 784 എന്ന ഉത്തരം കിട്ടി. 784 എന്ന ഉത്തരം കിട്ടി. അത് ഇവിടെ കിടക്കുന്നു. 28ന്റെ സ്ക്വയർ ആണ് 784. 784 എന്ന് പറയുന്ന സംഖ്യയാണ് ഒരു പൂർണ്ണവർഗം. 784 കിട്ടാൻ നമ്മൾ എന്താ കൂട്ടിയത്? ഇവിടെ 34 ആണ് കൂട്ടിയത്. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. ഇങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു ഷോർട്ട് കട്ട് എടുക്കാം. എടാ 25ന്റെ സ്ക്വയർ കണ്ട ശേഷം നിങ്ങൾ മനസ്സിലാക്കി അത് 25നും 30നും ഇടയിലുള്ള ഏതോ ഒരു സംഖ്യയുടെ പൂർണ്ണ സ്ക്വയർ ആണെന്നുള്ളത്. അപ്പൊ ഞാൻ 26ന്റെ 27ന്റെ ഒക്കെ നോക്കി സമയം കളഞ്ഞു. അതിന്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി? എടാ ഇവിടെ 1ൽ അവസാനിക്കുന്ന ഒരു സംഖ്യയാണ് 781. അതുപോലെ 4ൽ അവസാനിക്കുന്ന സംഖ്യയാണ് 784. 1ൽ അവസാനിക്കുന്ന ഒരു സംഖ്യയാണെങ്കിൽ അതിന്റെ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ ഏതൊക്കെ വരും? 1 9 ആയിരിക്കും. ഓക്കെ. അതുപോലെ 4ൽ അവസാനിക്കുന്ന ഒരു സംഖ്യയാണ് 784. അപ്പൊ അതിന്റെ റൂട്ട് എടുത്താൽ 4ൽ അവസാനിക്കുന്ന സംഖ്യയുടെ റൂട്ട് എടുത്താൽ അതിന്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കങ്ങൾ ഒന്നുകിൽ 2 അല്ലെങ്കിൽ 8 ആയിരിക്കും. ഇവിടെ 5ന് മുകളിലാണ് എന്ന് നമ്മൾ കണ്ടെത്തിയ സ്ഥിതിക്ക് 28ന്റെയും 29ന്റെയും സ്ക്വയർ മാത്രം പരിശോധിച്ചാൽ മതിയായിരുന്നു. മക്കളെ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് എന്തോ വലിയ സമയമെടുത്ത് ചെയ്ത ഒരു പ്രോബ്ലം ആയിട്ട് തോന്നും. ഒന്നുമില്ല. നിങ്ങൾ എന്ത് ചെയ്യണം? ഈ സാധനം കുറച്ചൊന്ന് മനസ്സിരുത്തി 1 2 3 തവണ റിപ്പീറ്റ് ചെയ്ത് കാണുക. ഉറപ്പായി നിങ്ങൾക്ക് സെറ്റ് ആകും. ഓക്കെ. 12ാമത്തെ ചോദ്യം ഇങ്ങനെയാണ്. റൂട്ട് ഓഫ് 2.25 ഗുണിക്കണം റൂട്ട് ഓഫ് 0.64 ഹരിക്കണം റൂട്ട് ഓഫ് 0.16. എടാ ഇത് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഉത്തരമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ റൂട്ട് 2.25 ഞാൻ എന്ത് പറഞ്ഞിരിക്കുന്നു? റൂട്ടിനകത്ത് കിടക്കുന്ന സംഖ്യയിൽ ഡെസിമൽ പോയിന്റ് ഉണ്ടെങ്കിൽ തൽക്കാലം അതിനെ മാറ്റി നിർത്തുക, ഒഴിവാക്കുക. അപ്പൊ 225 എന്ന് കിട്ടും. 225ന്റെ റൂട്ട് എത്രയാ? 225ന്റെ റൂട്ട് എന്ന് പറയുന്നത് 15 ആണ് അല്ലെ? അപ്പോ 2.25ന്റെ റൂട്ടാണ് കാണേണ്ടത്. അപ്പൊ ആ റൂട്ടിനകത്ത് എത്ര ഡെസിമൽ ഡിജിറ്റുകൾ ഉണ്ട്? ആ പോയിന്റ് കഴിഞ്ഞിട്ട് 2 ഡിജിറ്റുകൾ ഉണ്ട്. അപ്പൊ ഉത്തരത്തിൽ 2ന്റെ പകുതി ഒരു ഡെസിമൽ ഡിജിറ്റ് വരണം. അപ്പൊ നമ്മൾ പുറകിൽ നിന്ന് എണ്ണി 1 കഴിഞ്ഞിട്ട് കുത്തിട്ടു. അപ്പൊ 1.5 ആണ് 2.25ന്റെ റൂട്ട്. ഗുണിക്കണം. ഇനി റൂട്ട് 0.64 അതിന്റെ റൂട്ട് കാണാൻ ആദ്യം ആ പോയിന്റ് ഒഴിവാക്കുക. അപ്പൊ 64 ആണ് റൂട്ടിനകത്തെന്ന് വിചാരിക്കുക. 64ന്റെ റൂട്ട് എത്രയാ? 8. ഇവിടെ 2 ഡെസിമൽ ഡിജിറ്റുകൾ ഉണ്ട് റൂട്ടിനകത്ത്. അപ്പൊ ഉത്തരത്തിൽ ഒരു ഡെസിമൽ ഡിജിറ്റ് ഉണ്ടായിരിക്കണം, 2ന്റെ പകുതി. ഓക്കെ. അപ്പോൾ 8 ഒരു സ്ഥാനം കഴിഞ്ഞ് കുത്തിട്ടു. 0.8 ആണ് റൂട്ട് 0.64ന്റെ റൂട്ട് ബൈ റൂട്ട് 0.16. തൽക്കാലം ആ പോയിന്റിനെ മാറ്റിയപ്പോൾ 16 എന്ന് കിട്ടി റൂട്ടിനകത്ത്. 16ന്റെ റൂട്ട് 4 ആണ്. ഇവിടെ 2 ഡിജിറ്റുകൾ ഉണ്ട് പോയിന്റ് കഴിഞ്ഞിട്ട്. അപ്പൊ ഉത്തരത്തിൽ ഒരു ഡിജിറ്റ് പോയിന്റ് കഴിഞ്ഞിട്ട് ഉണ്ടാവണം. 0.4. നമ്മൾ ഇങ്ങനെ മാറ്റി എഴുതി. ഈ ചോദ്യത്തിനെ നമ്മൾ ഇങ്ങനെ മാറ്റി എഴുതി. ഇനി ഡെസിമൽസ് എന്ന് പറയുന്ന ഭാഗം കൃത്യമായി കണ്ടവർക്ക് ഇതിന്റെ ഉത്തരം വളരെ പെട്ടെന്ന് ചെയ്യാം. എടാ ഞാൻ ഈ ഡെസിമൽ പോയിന്റുകളെല്ലാം ഒഴിവാക്കി എഴുതുന്നു. 15 ഗുണം 8/4. ഇനിയോ ഡെസിമൽ ഡിജിറ്റുകൾ മുകളിൽ എത്ര താഴെ എത്ര എന്ന് എണ്ണുന്നു. ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് ഒരാള്, ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് ഒരാള്. അപ്പൊ ടോട്ടൽ മുകളിൽ 2 ആളുകൾ. താഴെ പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര ആള്? താഴെ പോയിന്റ് കഴിഞ്ഞിട്ട് ഒരേ ഒരാള്. എവിടെയാണ് കൂടുതൽ, എവിടെയാണ് കുറവ്? കുറവുള്ളത് താഴെയാണ്. എത്ര കുറവ്? എടാ മുകളിൽ 2 ആളുകളുണ്ട്, താഴെ ഒരാളേ ഉള്ളൂ. 1ന്റെ കുറവുണ്ട്. താഴെ അപ്പൊ നമ്മൾ താഴെ ഗുണിക്കും. ഒരു 0 ഉള്ള 10ന്റെ പവർ കൊണ്ട്. അപ്പൊ ഗുണം 10. ഇനി നമ്മളിതിനെ ചെറുതാക്കിയാൽ മതി. 4നെയും 8നെയും ചെറുതാക്കാം. 8ൽ എത്ര 4കൾ? 2 4കൾ. 10നെയും 2നെയും ചെറുതാക്കാം. 10ൽ എത്ര 2കൾ? 5 2കൾ. 15നെയും 5നെയും ചെറുതാക്കാം. 15ൽ എത്ര 5കൾ? 3 5കൾ. അങ്ങനെ നമ്മുടെ ഉത്തരം എന്ത് കിട്ടി? നമ്മുടെ ഉത്തരം ഓപ്ഷൻ സി 3 എന്ന് കിട്ടി. മക്കളെ അങ്ങനെ 13ാമത്തെ ചോദ്യം ഇങ്ങനെയാണ്. 10.89ന്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കണം. നമുക്കത് ചെയ്യാം. 10.89ന്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കണം.
ഞാൻ ആദ്യം എന്ത് ചെയ്യണം എന്ന് പറഞ്ഞിരിക്കുന്നത്, ആ ഡെസിമൽ പോയിന്റ് തൽക്കാലം അങ്ങോട്ട് മാറ്റി നിർത്തുക. അപ്പൊ 1089 സ്ക്വയർ റൂട്ട് ആദ്യം കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിക്കണം? അവസാനത്തെ 2 ഡിജിറ്റുകളെ നീക്കി നിർത്തുക, നമ്മൾ അതിനെ പീസാക്കുക. ഇനി ലാസ്റ്റത്തെ ഡിജിറ്റ് 9 9 അവസാനിക്കുന്നതെങ്കിൽ അതൊരു പൂർണ്ണവർഗ സംഖ്യ ആണെങ്കിൽ അതിന്റെ സ്ക്വയർ റൂട്ട് എടുത്താൽ ആ സ്ക്വയർ റൂട്ടിന്റെ അവസാനത്തെ അക്കങ്ങൾ ഏതൊക്കെയായിരിക്കും? 3 അല്ലെങ്കിൽ 7 ആയിരിക്കും. അപ്പൊ നമ്മൾ കണ്ടുപിടിക്കുന്ന സംഖ്യ നമുക്ക് മനസ്സിലായി, അത് 3 അവസാനിക്കുന്ന സംഖ്യയോ 7 അവസാനിക്കുന്ന സംഖ്യയോ ആണ്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യണടാ? ആദ്യത്തെ പീസ് എടുക്കുന്നു 10. 10ന് മുൻപ് വരുന്ന പൂർണ്ണവർഗം എത്രയാണെന്ന് നോക്കിയപ്പോൾ നമുക്ക് കിട്ടി 9. 9ന്റെ റൂട്ട് എടുത്തു, അത് 3. അപ്പൊ ഉത്തരം 33 37 ആണ്. 33 37 ആണ്. അതെ, 3.3 കിടക്കുന്നുണ്ട് അല്ലെ? 3 അവസാനിക്കുന്ന ഒരേ ഒരു സംഖ്യയേ ഉള്ളൂ, ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരം. എങ്കിലും നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, 33 37 ആണ് ആ സംഖ്യ എന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി എന്ത് ചെയ്യുന്നു? ഈ റൂട്ട് എടുത്ത് കിട്ടിയ സംഖ്യ 3 ആണ്. 3 കഴിഞ്ഞു വരുന്ന എണ്ണൽ സംഖ്യ 4. ഇവരെ തമ്മിൽ ഗുണിക്കുന്നു. 3ഉം 4ഉം ഗുണിച്ചാൽ കിട്ടുന്നത് 12 12 12. ഈ ഗുണിച്ച് കിട്ടിയ ഉത്തരവും റൂട്ടിനകത്ത് കിടക്കുന്ന ആദ്യത്തെ കഷ്ണവും തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യും. എടാ, 12നേക്കാൾ ചെറുതല്ലേ 10? 12നേക്കാൾ ചെറുതാണ് 10. അതുകൊണ്ട് ചെറിയ സംഖ്യ എടുക്കും. ചെറിയ സംഖ്യയാണ് ഉത്തരം. അപ്പൊ 1089ന്റെ റൂട്ട്, സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് 33 ആണെന്ന് നമുക്ക് മനസ്സിലായി. നമുക്ക് കണ്ടുപിടിക്കേണ്ടതോ 10.89ന്റെ റൂട്ടാണ്. അപ്പൊ നമ്മൾ പോയിന്റ് ഇല്ലാത്ത സംഖ്യയുടെ റൂട്ട് ആദ്യം എഴുതുന്നു, 33 എന്ന് എഴുതുന്നു. ഇനി ചോദ്യത്തിൽ റൂട്ടിനകത്ത് എത്ര ഡെസിമൽ പോയിന്റുകൾ? 2 ഡെസിമൽ പോയിന്റുകൾ അല്ലെ? അപ്പോ എത്ര ഡെസിമൽ ഡിജിറ്റുകൾ? 2 ഡെസിമൽ ഡിജിറ്റുകൾ. ഈ പോയിന്റ് കഴിഞ്ഞ് ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് 2 അക്കങ്ങൾ. അപ്പൊ ഉത്തരത്തിൽ എത്ര ഡെസിമൽ ഡിജിറ്റുകൾ വേണം? ഉത്തരത്തിൽ പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര ആള് വേണം? റൂട്ടിനകത്ത് 2 ആണെങ്കിൽ റൂട്ടിന് പുറത്ത് അതിന്റെ പകുതി ആളുകളെ വരാൻ പാടുള്ളൂ, ഒരാളെ വരാൻ പാടുള്ളൂ. അപ്പൊ അവസാനത്തെ ഒരാളെ നീക്കി നമ്മൾ കുത്തിട്ടു. നമ്മുടെ ഉത്തരം 3.3. 3.3, ഓപ്ഷൻ ബി. ഇങ്ങനെയാണ് ഇത് ശരിക്കും കണ്ടുപിടിക്കുന്ന വഴി. 14ാമത്തെ ചോദ്യം വളരെ എളുപ്പമുള്ള ഒരു ചോദ്യമാണ്. സ്ക്വയർ റൂട്ട് ഓഫ് 2890. ഞാൻ എളുപ്പത്തിന് ഇയാളെ ഇങ്ങനെ എഴുതുന്നു, സ്ക്വയർ റൂട്ട് ഓഫ് 289 ഗുണം 100. തെറ്റില്ല അല്ലെ? അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ട്, റൂട്ടിനകത്ത് 2 ഗുണിതങ്ങളാണെങ്കിൽ നമുക്ക് ആ റൂട്ട് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കാം. ഇവരെങ്ങനെ എഴുതാം? റൂട്ട് 289 ഗുണം റൂട്ട് 100. പരിപാടി കഴിഞ്ഞു. എടാ, 20 വരെയുള്ളതിന്റെ സ്ക്വയർ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എളുപ്പമാണ്. 289 ഏതിന്റെ സ്ക്വയർ ആണ്? 17ന്റെ സ്ക്വയർ ആണ്. ഓക്കെ, അപ്പൊ 289ന്റെ റൂട്ട് എന്ന് പറയുന്നത് 17 ഗുണിക്കണം 100ന്റെ റൂട്ട്. 100 ഏതിന്റെ സ്ക്വയറാ? 10ന്റെ സ്ക്വയർ ആണ്. നമ്മുടെ ഉത്തരം 17 ഗുണം 10, അത് 170. ഓപ്ഷൻ സി ആണ്. മക്കളെ, 15ാമത്തെ ചോദ്യം ഇങ്ങനെ, a + b = 5, a × b = 2. അങ്ങനെയാണെങ്കിൽ a² + b², 2 സംഖ്യകളുടെ തുക തന്നിട്ടുണ്ട്, ഗുണനഫലം തന്നിട്ടുണ്ട്. ഇത് കണ്ടുപിടിക്കാൻ ഞാൻ അതിന്റെ ലോജിക്കിലൂടെ പറഞ്ഞുതരാം. ആ സംഖ്യകളുടെ സ്ക്വയർ ആണ് കാണുന്നത് അല്ലെ? നമുക്ക് സ്ക്വയർ വെച്ചിട്ട് നമ്മളൊരു കാര്യം പഠിച്ചിട്ടുണ്ട്. എന്താ പഠിച്ചിരിക്കുന്നത്? a + b² അപ്പൊ a + b² ചെയ്താൽ എന്ത് കിട്ടൂടാ? a² + b² + 2ab. a² + 2ab + b² എന്നാണ് നിങ്ങൾ പഠിച്ചെങ്കിലും തെറ്റില്ല. അങ്ങനെ എഴുതാം, ഇങ്ങനെയും എഴുതാം. ഇനി തന്നിരിക്കുന്ന കാര്യങ്ങളൊന്ന് എഴുതി നോക്കാം. നമുക്കിവിടെ a + b തന്നിട്ടുണ്ട്. a + b എത്രയാ? 5. അപ്പൊ 5² എന്ന് പറയുന്നത് a² + b² + 2 ഗുണം a × b എത്രയും നമുക്ക് തന്നിട്ടുണ്ട്. എയും ബിയും ഗുണിച്ചാൽ കിട്ടുന്നത് 2. അപ്പൊ 5ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 25 എന്ന് പറയുന്നത് a² + b² + 4 എന്ന് കിട്ടി. എടാ, നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് എന്താ? a² + b²ന്റെ വിലയല്ലേ? നമ്മൾ അവരെ മാത്രം അവിടെ നിർത്തുന്നു. ആരാണ് അധികപ്പറ്റ്? കൂട്ടണം 4. അധികം 4 ആണ് അധികപ്പറ്റ്. നമ്മൾ അയാൾ എന്ത് ചെയ്യും? നമ്മൾ അപ്പുറത്തേക്ക് തട്ടും. ഇവിടെ ഓൾറെഡി ഒരു 25 ഉണ്ട്. കൂട്ടണം 4 നമ്മൾ ഇടത്തോട്ട് തട്ടിയാൽ അത് കുറയ്ക്കണം 4 ആയി മാറുന്നു. 25ൽ നിന്ന് 4 കുറച്ചാൽ കിട്ടുന്നതായിരിക്കും a² + b²ന്റെ വില. 25ൽ നിന്ന് 4 കുറച്ചാൽ എത്രയാ? അത് 21. 21 ആണ് a² + b²ന്റെ വില. 21 എവിടെ കിടക്കുന്നു? ഓപ്ഷൻ എയിൽ കിടക്കുന്നു. അതാണ് നമ്മുടെ ശരിയായ ഉത്തരം.
ഓക്കെ മക്കളെ, അടുത്ത ചോദ്യം ഇങ്ങനെയാണ്. സ്ക്വയർ റൂട്ട് ഓഫ് 9/100 ഗുണം 625/81. നമുക്ക് ഇവരെ ഇതിനുള്ളിൽ തന്നെ വെട്ടിച്ചെറുതാക്കാം. 81ൽ എത്ര ഒൻപതുകൾ? 9 ഒൻപതുകൾ. 100നെ 25 കൊണ്ട് വെട്ടിക്കഴിഞ്ഞാൽ 100ൽ എത്ര 25കൾ? 4 25കൾ. 625 എന്ന് പറയുന്നത് 25 ഗുണം 25 ആണ് അല്ലെ, 25ന്റെ സ്ക്വയർ ആണ്. അപ്പൊ 25 25കൾ ഉണ്ട് 625. അപ്പൊ മുകളിൽ റൂട്ടിനകത്ത് മുകളിൽ 25 മാത്രം, താഴെ 4 ഗുണിക്കണം 9. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? മുകളിൽ 25 ബൈ താഴെ 9 ഗുണം 4 36. അപ്പൊ നമുക്ക് ഈ റൂട്ട് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കാലോ. 25 മുകളിൽ ഇരിക്കുന്ന 25ന് ഈ റൂട്ട് ബാധകമാണ്, താഴെ ഇരിക്കുന്ന 36നും ഈ റൂട്ട് ബാധകമാണ്. 25ന്റെ സ്ക്വയർ റൂട്ട് എത്രയാടാ? 5. 36ന്റെ സ്ക്വയർ റൂട്ട് എത്രയാ? 6. നമ്മുടെ ഉത്തരം 5/6, ഓപ്ഷൻ ബി. 17ാമത്തെ ചോദ്യം എങ്ങനെയാണ്? സ്ക്വയർ റൂട്ട് ഓഫ് 1.4641 വില കണ്ടുപിടിക്കണം. അപ്പൊ നമുക്കത് ചെയ്യല്ലേ. സ്ക്വയർ റൂട്ട് ഓഫ് 1.4641 വിലയാണ് കണ്ടുപിടിക്കേണ്ടത്. ആ പോയിന്റ് ഇല്ലാത്ത സംഖ്യയുടെ വില സ്ക്വയർ റൂട്ട്, ആ പോയിന്റ് ഇല്ലാത്ത സംഖ്യയുടെ സ്ക്വയർ റൂട്ട് ആദ്യം കണ്ടുപിടിക്കാം. 1.4641. അവസാനത്തെ 2 ഡിജിറ്റുകളെ നീക്കി നമ്മൾ അതിനെ പീസാക്കി മുറിച്ചു. അവസാനത്തെ ഡിജിറ്റ് 1 എങ്കിൽ സാധ്യതയുള്ള അവസാനത്തെ അക്കങ്ങൾ ഏതൊക്കെ? അത് 1 അല്ലെങ്കിൽ 9. അപ്പൊ 1ൽ അവസാനിക്കുന്ന ഏതോ ഒരു സംഖ്യയുടെ അല്ലെങ്കിൽ 9ൽ അവസാനിക്കുന്ന ഏതോ ഒരു സംഖ്യയുടെ സ്ക്വയർ ആണ് 14,641. നമ്മൾ എന്ത് ചെയ്യും? ആദ്യത്തെ കഷ്ണം നമ്മൾ എടുക്കും, 146. 146ന് തൊട്ട് മുൻപ് വരുന്ന പൂർണ്ണവർഗം അത് 144 അതിന്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് 12. അപ്പൊ ആ സംഖ്യ 121 അല്ലെങ്കിൽ 129. നമ്മൾ എന്ത് ചെയ്യും? 12 കഴിഞ്ഞു വരുന്ന സംഖ്യ അത് 13. 12ഉം 13ഉം ഗുണിച്ചാൽ എത്രയെന്ന് ചോദിച്ചാൽ ഇവിടെ 12ന്റെ സ്ക്വയർ 146. അപ്പൊ 146ന്റെ കൂടെ ഒരു 12 കൂടെ കൂട്ടിയാൽ മതി. 12 ഗുണം 13 കിട്ടും. അപ്പൊ 144ന്റെ കൂടെ ഒരു 12 കൂടി കൂട്ടിയാൽ 156 എന്ന് കിട്ടും. ഈ 156 ആദ്യത്തെ കഷ്ണമായ 146മായി കമ്പയർ ചെയ്യുന്നു. 156നേക്കാൾ ചെറുതല്ലേ 146? അതുകൊണ്ട് നമ്മൾ ചെറിയ ഉത്തരം എടുക്കും. ഓക്കെ, അപ്പൊ ഇതിന്റെ ഉത്തരം 121. അങ്ങനെയാണെങ്കിൽ പോയിന്റ് ഉള്ള സംഖ്യയുടെ റൂട്ടാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മൾ കിട്ടിയ ഉത്തരം ആദ്യം എഴുതി. ഇനി റൂട്ടിനകത്ത് പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര ആള്? 1 2 3 4 ആളുകൾ. 4 ആളുകൾ റൂട്ടിനകത്ത്. അപ്പൊ റൂട്ടിന് പുറത്ത് അതിന്റെ പകുതി ആളുകൾ 2 ആളുകൾ. അപ്പൊ നമ്മൾ 2 സ്ഥാനം നീക്കി കുത്തിട്ടു. നമ്മുടെ ഉത്തരം 1.21ന്റെ സ്ക്വയർ ആണ് 1.4641. 1.21 ഓപ്ഷൻ ബിയിൽ കിടക്കുന്നു. 18ാമത്തെ ചോദ്യം ഇങ്ങനെയാണടാ. സ്ക്വയർ റൂട്ട് ഓഫ് 0.0081 വില കണ്ടുപിടിക്കണം. നമ്മൾ എന്ത് ചെയ്യും? ഈ പോയിന്റിനെ മാറ്റി നിർത്തിയിട്ടുള്ള സംഖ്യ ഏതാണ് നോക്കി. 81. 81ന്റെ സ്ക്വയർ റൂട്ട് എത്രയാ? 81ന്റെ സ്ക്വയർ റൂട്ട് 9. ഇനി റൂട്ടിനകത്ത് പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര ആള്? 1 2 3 4. അപ്പൊ ഉത്തരത്തിൽ പോയിന്റ് കഴിഞ്ഞിട്ട് 4ന്റെ പകുതി 2 ആളുകൾ വരണം. നമ്മൾ ബാക്കിൽ നിന്നു 1 2 ആള് കഴിഞ്ഞിട്ടാണ് കുത്ത്. മുമ്പിൽ ആരുമില്ല, 0. ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങളിലും 0. നമ്മുടെ ഉത്തരം 0.09, ഓപ്ഷൻ എ ആണ്. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ പൂർണ്ണവർഗം ഏതാണെന്നാണ് ചോദ്യം. പൂർണ്ണവർഗം ഏത്? മക്കളെ, ഞാൻ പറഞ്ഞു 0ത്തിൽ അവസാനിക്കുന്ന സംഖ്യകളുടെ എണ്ണം ഒറ്റ സംഖ്യയാണെങ്കിൽ ഒന്നാമത്തെ കണ്ടീഷൻ എന്താണ് ചെക്ക് ചെയ്യേണ്ടത്? 0ത്തിൽ അവസാനിക്കുന്ന സംഖ്യകളുടെ എണ്ണം ഒറ്റ സംഖ്യയാണെങ്കിൽ അതൊരിക്കലും ഒരു പൂർണ്ണവർഗം ആയിരിക്കില്ല. ഇവിടെ നോക്കിക്കേ, 10 ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താ? 3 പൂജ്യങ്ങൾ അവസാനം വരും അല്ലെ. 1000 കൊണ്ട് ഗുണിച്ചു, അപ്പോ 3 പൂജ്യങ്ങൾ അതിന്റെ അവസാനം വരില്ലേ? 3 പൂജ്യങ്ങൾ എന്ന് പറയുന്നത് ഒറ്റ എണ്ണല്ലേ? ഒറ്റ എണ്ണാണ്. അപ്പൊ ഓപ്ഷൻ എ എന്തല്ല? പൂർണ്ണവർഗം അല്ല. ഓപ്ഷൻ ബി നോക്കാം. നോക്കൂ, ഡെസിമൽ ഡിജിറ്റുകളുടെ എണ്ണം ഒറ്റ സംഖ്യ ആണെങ്കിൽ അതും ഒരു പൂർണ്ണവർഗമല്ല. ഇവിടെ ഡെസിമൽ ഡിജിറ്റുകൾ എത്ര എണ്ണം? 1 2 3. ആ പോയിന്റ് കഴിഞ്ഞിട്ടുള്ള ആളുകളുടെ എണ്ണം, അക്കങ്ങളുടെ എണ്ണം അത് 3 എണ്ണം, അതൊരൊറ്റ സംഖ്യയാണ്. ഓപ്ഷൻ ബിയും. ഓപ്ഷൻ സി നമ്മൾ നോക്കുന്നു. ഇവിടെ പൂജ്യങ്ങളുടെ എണ്ണം 1 ഗുണം 9 എന്ന് പറഞ്ഞാൽ 9 തന്നെ. 9 ഗുണം 10 സ്ക്വയർ
9 ഗുണം 10 സ്ക്വയർ എന്ന് വെച്ചാൽ എന്താ? അവസാനം 100 കൊണ്ട് ഗുണിക്കും. 9 ഗുണം 100 900 ആണ്. 900 ഒരു പൂർണ്ണവർഗ്ഗമാണ്. ഓപ്ഷൻ സി ആണ് നമ്മുടെ ശരിയായ ഉത്തരം. നമ്മളിത് എങ്ങനെ ചെക്ക് ചെയ്തടാ? 9നെ റൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കി. 9നെ കൃത്യമായിട്ട് റൂട്ട് എടുക്കാൻ പറ്റുന്നുണ്ടോ നോക്കി. 9ന്റെ റൂട്ട് 3 ആണ്. അത് എണ്ണൽ സംഖ്യയാണ്. കൃത്യമായിട്ട് എടുക്കാൻ പറ്റുന്നുണ്ട്. ഇനി 10 സ്ക്വയർ, 10ന്റെ മുകളിലിരിക്കുന്ന ആ പവർ അതൊരു ഇരട്ട സംഖ്യയല്ലേ? ഒറ്റ സംഖ്യ ആണെങ്കിൽ പറ്റില്ലായിരുന്നു. ഇവിടെ ഇരട്ട സംഖ്യയാണ്. അപ്പോ ഇതും ക്ലിയർ ആണ്. അവസാനത്തെ ആളാരാ? 1. 1നെ കൃത്യമായിട്ട് റൂട്ട് എടുക്കാൻ പറ്റുമോ? 1ന്റെ റൂട്ട് 1 തന്നെ. അതൊരു എണ്ണൽ സംഖ്യയാണ്. ഓപ്ഷൻ സി ആണ്. ഇനി ഓപ്ഷൻ ഡി നോക്കിക്കേ. 10 പവർ 5 ഒരു ഒറ്റ സംഖ്യയാണ്. 10ന്റെ പവറായിട്ട് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഓപ്ഷൻ ഡി പറ്റില്ല. നമ്മുടെ ഉത്തരം ഓപ്ഷൻ സി ആണ്. മക്കളെ, നമ്മളങ്ങനെ 20ാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. 20ാമത്തെ ചോദ്യം ഇങ്ങനെയാണ്. 3.6ന്റെ റൂട്ട് 6.4ന്റെ റൂട്ട് ഇവരെ തമ്മിൽ ഗുണിച്ചാൽ കിട്ടുന്ന ഉത്തരമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. ഇവരെ പോയിന്റ് ഇല്ലാതെ, ആ ഡെസിമൽ പോയിന്റ് ഇല്ലാത്ത സംഖ്യകളാക്കി എഴുതാം. 36ന്റെ റൂട്ട് ഇൻറ്റു 64ന്റെ റൂട്ട് എന്ന് എഴുതി. 36ന്റെ റൂട്ട് എത്രയാന്ന് നിങ്ങൾക്കറിയാം. അത് 6 ആണ്. 64ന്റെ റൂട്ട് എത്രയാ? അത് 8 ആണ്. 6 ഗുണം 8 ചെയ്തപ്പോൾ എത്ര കിട്ടി? 48 കിട്ടി. ഇനി ഈ ചോദ്യത്തിൽ ഗുണിക്കലാണ്. ആകെ എത്ര ഡെസിമൽ ഡിജിറ്റുകൾ റൂട്ടിനകത്ത് വരും? എടാ, റൂട്ട് എക്സ് ഗുണിക്കണം റൂട്ട് വൈ എന്ന് പറഞ്ഞാൽ അത് റൂട്ട് ഓഫ് എക്സ് ഇൻറ്റു വൈ എന്ന് എഴുതാം. നമ്മൾ പഠിച്ചതാണ്. അപ്പൊ റൂട്ട് 3.6 ഗുണിക്കണം റൂട്ട് 6.4നെ നമുക്ക് എങ്ങനെ എഴുതാം? റൂട്ട് ഓഫ് 3.6 ഗുണിക്കണം 6.4 എന്ന് എഴുതാം. ഇപ്പൊ റൂട്ടിനകത്ത് എന്ത് വന്നടാ? റൂട്ടിനകത്ത് ആകെ എത്ര ഡെസിമൽ ഡിജിറ്റ് ചോദ്യത്തിലുണ്ടെന്ന് മനസ്സിലായി. റൂട്ടിനകത്ത് എത്ര ഉണ്ട്? റൂട്ടിനകത്ത് 2 ഡെസിമൽ ഡിജിറ്റുകൾ ഉണ്ട്. അപ്പോൾ ഉത്തരത്തിൽ എത്ര ഡെസിമൽ ഡിജിറ്റ് വരണം? റൂട്ടിനകത്ത് എത്രയുണ്ടോ അതിന്റെ പകുതിയല്ലേ പുറത്തു വരേണ്ടത്, അല്ലെ? റൂട്ടിനകത്ത് 2 എണ്ണം. അപ്പൊ റൂട്ടിന് പുറത്തോ? 2ന്റെ പകുതി 1. അപ്പോ ഒരു സ്ഥാനം നീക്കി നമ്മൾക്ക് ഉത്തരം. അപ്പൊ നമ്മുടെ ഉത്തരം എന്താണ്? 4.8. ഓപ്ഷൻ ഡിയിലാണ് കിടക്കുന്നത്. സെറ്റ് ആയല്ലോ. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം നമ്മൾ ചെയ്ത് പരിശീലിച്ചിട്ടുള്ള ടൈപ്പാണ്. മക്കളെ, വലത് നിന്ന് ഇടത്തോട്ട് നമ്മൾ ചെയ്തു പോയാൽ മതി. ഇതിന്റെ റൂട്ട്, ഈ ടൈപ്പ് നമ്മൾ ചെയ്ത് പഠിച്ചതാ. റൂട്ട് ഓഫ് 248 കൂട്ടണം റൂട്ട് ഓഫ് 52 കൂട്ടണം റൂട്ട് ഓഫ് 144. നമ്മൾ വലത് നിന്ന് ഇടത്തോട്ട് ചെയ്തു പോകുന്നു. അപ്പോ 144ന്റെ റൂട്ട് എത്രയാ? 144ന്റെ റൂട്ട് നമുക്കറിയാം, അത് 12 ആണ്. നമ്മൾ ആദ്യം അത് എഴുതുന്നു. 248 പ്ലസ് റൂട്ട് ഓഫ് 52 പ്ലസ് 144ന്റെ റൂട്ട് നമ്മൾ കണ്ടുപിടിച്ചു, അത് 12 ആണെന്ന്. ഓക്കെ, ഇനി റൂട്ടിനകത്തുള്ള 52ഉം 12ഉം കൂട്ടി എഴുതാം. റൂട്ട് ഓഫ് 248 പ്ലസ് റൂട്ട് ഓഫ് 52ഉം 12ഉം കൂട്ടിയാൽ നിങ്ങൾക്ക് 64 എന്ന് കിട്ടും. ഓക്കെ, ഇനി എന്ത് ചെയ്യണോടാ? 64ന്റെ റൂട്ട് എടുക്കണം. 64ന്റെ റൂട്ട് എത്രയാ? 8. റൂട്ട് ഓഫ് 248 പ്ലസ് 8 എന്ന് എഴുതാം. ഇനി എന്ത് ചെയ്യണം? 248 8നെയും കൂട്ടണം, റൂട്ട് എടുക്കണം. പരിപാടി കഴിഞ്ഞു. 248ഉം 8ഉം കൂട്ടിയാൽ കിട്ടുന്ന ഉത്തരം 256. അതിന്റെ റൂട്ട് എടുത്താൽ എത്രയാടാ? 16. 16ന്റെ സ്ക്വയർ അല്ലേ 256. അപ്പൊ നമ്മുടെ ഉത്തരം ഓപ്ഷൻ ഡി. മക്കളെ, 22ാമത്തെ ചോദ്യം നിങ്ങൾക്ക് പല തരത്തിലും ചെയ്യാട്ടോ. 22ാമത്തെ ചോദ്യം ഡയറക്റ്റ് വേണമെങ്കിൽ ചെയ്യാം. 10ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 100 ആണ്. 55ന്റെ സ്ക്വയർ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. 55ന്റെ സ്ക്വയർ എത്രയാ? ആദ്യത്തെ ഡിജിറ്റ് 5, 5 കഴിഞ്ഞ് വരുന്ന ഡിജിറ്റ് 6, 5ഉം 6ഉം ഗുണിച്ചാൽ കിട്ടുന്നത് 30. അവസാനത്തെ ഡിജിറ്റ് 5 ആയതുകൊണ്ട് അതിന്റെ സ്ക്വയർ കാണുമ്പോൾ ലാസ്റ്റ് 25 എഴുതിയാൽ മതി. മൈനസ് 45ന്റെ സ്ക്വയറോ? ഇവിടെ ഫസ്റ്റ് ഡിജിറ്റ് 4, 4 കഴിഞ്ഞ് വരുന്ന ഡിജിറ്റ് 5, 4 ഗുണം 5 20. 5ൽ അവസാനിക്കുന്ന സംഖ്യയുടെ സ്ക്വയർ ആയതുകൊണ്ട് അവസാനം 25. അപ്പൊ 100 പ്ലസ് 3025ൽ നിന്ന് 2025 കുറച്ചാൽ ബാക്കി എത്രയാണ്? ബാക്കി 1000. അപ്പൊ 1000ഉം 100ഉം കൂട്ടിയാൽ കിട്ടുന്നത് 1100 എന്ന് കിട്ടും. ഡയറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ 10 സ്ക്വയർ പ്ലസ്
55 സ്ക്വയർ മൈനസ് 45 സ്ക്വയർ. ഓക്കെ, ഇവിടെ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന രൂപത്തിലാണ് ഉള്ളത്. അപ്പൊ നമുക്ക് ഇവരെ വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, 10 സ്ക്വയർ പ്ലസ് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. ഓക്കെ, അപ്പൊ 10 സ്ക്വയർ പ്ലസ് 55ഉം 45ഉം കൂട്ടിയാൽ 55 കൂട്ടിയാൽ 100 എന്ന് കിട്ടും. ഇൻറ്റു 55ഉം 45ഉം കുറച്ചാൽ അവരുടെ വ്യത്യാസം എന്ന് പറയുന്നത് 10. അപ്പൊ 10ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 100 പ്ലസ് 100 ഗുണിക്കണം 10 എന്ന് പറഞ്ഞാൽ 1000. അപ്പൊ 1000ഉം 100ഉം കൂട്ടിയാൽ 1200. എങ്ങനെ വേണമെങ്കിലും കണ്ടുപിടിക്കാം, ശരിയായ ഉത്തരത്തിലേക്ക് എത്തും. അപ്പൊ നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. 23ാമത്തെ ചോദ്യം ഇങ്ങനെയാണ്: 4210 ഒരു പൂർണ്ണവർഗ സംഖ്യയായി മാറണമെങ്കിൽ ഈ സംഖ്യയുടെ കൂടെ കൂട്ടേണ്ടത് ഏത്? 5 ആണോ, 25 ആണോ, 15 ആണോ, 10 ആണോ കൂട്ടേണ്ടത് എന്ന് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പൊ ഞാൻ ഓപ്ഷൻസ് മുകളിൽ എഴുതിയിട്ടുണ്ട്. ഇനി 4210ന്റെ കൂടെ നമ്മൾ ഇവരെ കൂട്ടി നോക്കുകയാണ്. 5 കൂട്ടി, അപ്പൊ 4215 കിട്ടി. എടാ, 5ൽ അവസാനിക്കുന്ന സംഖ്യയാണെങ്കിൽ എന്താ അതിന്റെ പ്രത്യേകത? 25 ആയിരിക്കും ലാസ്റ്റ് ഡിജിറ്റ് അല്ലെ? 5ൽ അവസാനിക്കുന്ന സംഖ്യയുടെ സ്ക്വയർ കണ്ടാൽ അവസാനത്തെ ഡിജിറ്റ് എപ്പോഴും 25 ആകും. അല്ലാതെ 15ഓ 05ഓ 35ഓ 45ഓ 65ഓ 75ഓ 85ഓ 95ഓ ഒന്നും അവസാനത്തെ 2 ഡിജിറ്റുകളായിട്ട് വരില്ല പൂർണ്ണവർഗ സംഖ്യയുടെ. ഓക്കെ, അപ്പൊ ഇത് ഒരു പൂർണ്ണവർഗ സംഖ്യ ആവില്ല. നമ്മൾ 25 കൂട്ടുന്നു. 4210 പ്ലസ് 25 കൂട്ടിയപ്പോൾ നമുക്ക് 4235 കിട്ടി. ഞാൻ പറഞ്ഞു അവസാനത്തെ ഡിജിറ്റ് ഒരിക്കലും അവസാനത്തെ ഡിജിറ്റ് 5 ആണെങ്കിൽ അത് 25 ആയാൽ മാത്രമേ അതൊരു പൂർണ്ണവർഗ സംഖ്യ ആവുള്ളൂ. അപ്പൊ ഓപ്ഷൻ ബിയും അല്ല. ഇനി 15 കൂട്ടാം. 4210 പ്ലസ് 15 കൂട്ടിയപ്പോൾ നമുക്ക് കിട്ടിയത് 4225 ആണ്. നമ്മുടെ ഉത്തരം ശരിയായി. 4225 എന്ന് പറയുന്നത് 42 ആണെങ്കിൽ 6 7 42. അപ്പോൾ 65ന്റെ സ്ക്വയർ ആണ് 4225. ഓക്കെ, അപ്പൊ 4225 ആണ് ഒരു പൂർണ്ണവർഗ സംഖ്യ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? 4210ന്റെ കൂടെ 15 ആണ് കൂട്ടിയത്. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. ഇനി ഓപ്ഷൻ ഡിയും കൂടി നോക്കാം. 4210 പ്ലസ് 10 ചെയ്തപ്പോ 4220 കിട്ടി. കഴിഞ്ഞു. ഇതൊരു പൂർണ്ണവർഗ സംഖ്യ അല്ല. ഓക്കെ, അപ്പൊ ഓപ്ഷൻ സി ആണ് നമ്മുടെ ശരിയായ ഉത്തരം. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം 24ാമത്തെ ചോദ്യം. 0.12ന്റെ വർഗം സ്ക്വയർ കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. വളരെ എളുപ്പമുള്ള പരിപാടിയായി അല്ലേ? ഓക്കെ, അപ്പൊ നമ്മള് പോയിന്റ് ഒഴിവാക്കിയിട്ടുള്ള സംഖ്യ ഏതാ? 0.12ലെ പോയിന്റ് അങ്ങോട്ട് എടുത്തു കളഞ്ഞാൽ ബാക്കി 12. 12ന്റെ വർഗം എത്രയാ? 12ന്റെ സ്ക്വയർ എത്രയാ? അത് 144. ചോദ്യത്തിൽ 2 ഡെസിമൽ ഡിജിറ്റുകളുണ്ട്. ആ പോയിന്റ് കഴിഞ്ഞിട്ട് 2 അക്കങ്ങളുണ്ട്. അപ്പൊ ഉത്തരത്തിൽ എത്ര അക്കങ്ങൾ വരണം? ഉത്തരത്തിൽ പോയിന്റ് കഴിഞ്ഞിട്ട് 4 ആളുകൾ വരണം. നമ്മൾ എണ്ണുന്നു. 1 2 3 4 ആളുകൾ കഴിഞ്ഞിട്ട് പോയിന്റ്. മുന്നിൽ ആരുമില്ല, അവിടെ മരച്ചിട്ടു. ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലത്തൊക്കെ എന്ത് ചെയ്യണം? 0 ചേർത്ത് വെക്കണം. അപ്പൊ നമ്മുടെ ഉത്തരം എന്താ? 0.0.0144. ഓപ്ഷൻ സി ആണ് നമ്മുടെ ശരി ഉത്തരം. മക്കളെ, ഇതോടുകൂടി 2023 വർഷത്തിൽ സ്ക്വയർ ആൻഡ് സ്ക്വയർ റൂട്ട് അഥവാ വർഗവും വർഗമൂലവും എന്ന ഭാഗത്ത് നിന്ന് ചോദിച്ചിട്ടുള്ള മുൻവർഷ ചോദ്യങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. 24 ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. നമ്മൾ ഇനി 2024 ചോദ്യങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. നിങ്ങളുടെ വിലപ്പെട്ട സഹകരണത്തിന്, സ്നേഹത്തിന് നന്ദി. താങ്ക് യു.